എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി പുലിഭീതിയിലാണ്. ചാലക്കുടിയിൽ പുലിയെ കണ്ണമ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിൽ കണ്ടതിനെ തുടർന്ന് തന്നെ പല പ്രദേശങ്ങളും പുലിയെ കണ്ടു എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നു. ചാലക്കുടിക്കാർ സത്യത്തിൽ പുലിഭീതിയിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ കർഷകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വന്യജീവികളെ കണ്ടു കർഷക മേഖലയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ചാടിയെത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി സാർ ഉൾപ്പെടെയുള്ള നേതൃത്വം വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ നേരിടുന്നതും അതിൽ ഇടപെടൽ നടത്തുന്നതും. ഇപ്പോൾ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധർണ സംഘടിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ നിരവധി ഈ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയും അത്തരത്തിൽ തന്നെയുള്ള ഇടപെടലാണ് തുടക്കം മുതലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച റാലി നമ്മുടെ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു വന്ന് ചായപ്പൻകുടിയിൽ സമാപിച്ചപ്പോഴൊക്കെ തന്നെ അതിൻ്റെ സന്ദേശം അത്തരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് ഉൾപ്പെടെ മാത്യു വക്കീൽ ഉൾപ്പെടെ ഇതിൻ്റെ കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കൾ DFI കാണാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുലി റെയിൽവേ ലൈനിൻ്റെ അടുത്തും പുഴയോരങ്ങളിലൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ചെറങ്ങരയിലായിരുന്നാലും റെയിൽവേ ലൈനിൻ്റെ അവിടെ 100 മീറ്ററുള്ളൂ. ഇപ്പോൾ കണ്ടുവെന്ന് പറയുന്ന പ്രദേശം കണ്ണമ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള വീടെന്ന് പറയുന്നതും പുഴ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട അടുത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കണം എന്നുള്ളൊരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന ഇത് DFIക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡല നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരുടെ ഈ പ്രവർത്തനത്തിന് അഭിവാദനങ്ങൾ നേരുന്നു. ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടൽ നടത്തി അത് പരിഹരിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ വരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി ഫോറസ്റ്റ് DFI കാണാനാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ചാലക്കുടിയുടെ ഈ ഭൂപ്രദേശത്ത് മുഴുവനും പുലിഭീതി വളരെ കാര്യമായിട്ട് ആളുകൾ ഗ്രസിച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നത് റെയിൽവേ ഓരത്തോട് ചേർന്ന്, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന 150-200 മീറ്റർ ദൂരത്തിൽ ഈ പുലിയെ എല്ലായിടത്തും കണ്ടത്. മംഗലശ്ശേരി കണ്ടാലും, കൊരട്ടിയിൽ കണ്ടതായാലും, ഇപ്പോൾ ചെറങ്ങര കണ്ടതായാലും, പടിഞ്ഞാറ് ചാലക്കുടി കണ്ടതായാലും, ഇപ്പോൾ SH കോളേജിൻ്റെ പിറകിൽ കണ്ടതായാലും എല്ലാം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പുതിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. റഡാർ സംവിധാനങ്ങളുണ്ടെങ്കിൽ അതും ഉപയോഗപ്പെടുത്തണം. അവരെ ഡ്രോൺ പരത്തുമ്പോൾ ഈ നിലവിലുള്ള റെയിൽവേ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 200 മീറ്ററുള്ള ഉള്ളിൽ ഇവർ ഡ്രോൺ പരത്തിക്കൊണ്ട് ഉള്ള സംവിധാനം, RRT ടീമുകളെ കൂടുതൽ പേരെ ഇതിനകത്ത് ഭാഗധേയമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിവേദനത്തിനകത്ത് കൃത്യമായി ഇതുണ്ടെങ്കിൽ ഭരണമോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല, ഞങ്ങളും ശക്തമായ സമരങ്ങളിലൂടെ നീങ്ങും. കാരണം ചാലക്കുടി ജനങ്ങളെ ഏറ്റവും അധികം ഭീതിയിലായിരുന്ന സംഭവമാണത്. ജോസ് കെ മാണി സാറ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വന്യജീവി ആക്രമണക്കെതിരെ അത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കണം പറഞ്ഞത്. നിലവിൽ ഒരു ഭേദഗതി എല്ലാവരും സമയം വരും, അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓർഡറിലേക്ക് തന്നെ ഈ വിഷയം. അപ്പോൾ ഭൂപേന്ദ്ര യാദവ് കേന്ദ്ര വനം മന്ത്രി പറഞ്ഞത് വളരെ രസകരമായ കാര്യമാണ്. ഇന്ന് കേരളത്തിലൊത്ത് ഞാൻ പറയും, 2ാം ഷെഡ്യൂളിലുള്ള മുഴുവൻ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാണ്. അതെങ്ങനെ കഴിയണേ? 2ാം ഷെഡ്യൂളിൽ പുലി വരുന്നില്ല, ആനയും വരുന്നില്ല, വരുന്നത് നമ്മുടെ പന്നി മുതലായ സാധനങ്ങളാണ്. ഈ പന്നി മുതലായി വെടിവെക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് മുലയൂട്ടുന്നയെ വെടിവെക്കാൻ പറ്റില്ല, അതിൽ ഗർഭാവസ്ഥയുള്ളവയെ വെടിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഗർഭാവസ്ഥയുള്ളതാണോ മുലയൂട്ടുന്നതാണോ എന്ന് നമുക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയാം. അപ്പോൾ ഇതൊക്കെ ചില നിയമങ്ങൾ പറയുമെന്നല്ലാതെ ആ നിയമങ്ങൾക്ക് പഴുതുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിവേദനത്തിലൂടെ വന്നത്. എല്ലാ ജനങ്ങളും പുലിയെ പേടിയിൽ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചാലക്കുടിയിലെ പല പ്രദേശത്തും പുലിയെ കണ്ടതായിട്ട് പറയപ്പെടുന്നു. CCTVയിൽ പുലിയുടെ വീഡിയോ കണ്ടു. ഇതെല്ലാം കണ്ട് ജനങ്ങൾ വളരെയേറെ പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, ഈ ചാലക്കുടി പുഴയോരങ്ങളിലും അതുപോലെ തന്നെ റെയിൽവേയുടെ ഇരുവശങ്ങളിലും വളരെയധികം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ. അവിടെയാണ് അതിനടുത്ത പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുലിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ കൂടുതൽ ഫോറസ്റ്റ് ഫോഴ്സിനെ ഉപയോഗിച്ച് ഒരു 3-4 വാർഡ്, അപ്പോൾ ആ ഒരു 3-4 വാർഡ് റെയിൽവേ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലുള്ള വാർഡുകളിൽ കൂടുതൽ ഫോഴ്സിനെ ഇറക്കി ഇതിനു വേണ്ടി ഒരു തെരച്ചിൽ നടത്തി അതിനെ പിടിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ജനങ്ങളിലെ ആ ഭീതി, ഇപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ സാധാരണക്കാർക്ക് പേടിയായിട്ട് വരികയാണ്. അപ്പോൾ ആ ഭീതി അകറ്റണം. നമ്മൾ ഈ പുലിയെ കുറിച്ച് കൂടുതൽ അറിയുകയുണ്ടായി. ഈ ചെറങ്ങര കണ്ട സാധനമാണോ ഈ ചാലക്കുടിയിൽ എത്തിയതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചെറങ്ങര കണ്ടു, പിന്നെ അത് കൊരട്ടിയിൽ കണ്ടു. അപ്പോൾ അവിടെയൊന്നും ഫലപ്രദമായ രീതിയിൽ ഫോറസ്റ്റിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അവിടെയൊക്കെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനെ അവിടെ തന്നെ വെച്ച് ട്രാക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പുലി നമ്മുടെ കണ്ണമ്പുഴ അമ്പലം, അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രദേശത്താണ് പുലിയെ കണ്ടത്. പിന്നീട് ഈ ഒരു ദിവസത്തിന് ശേഷം അതിനെ നമ്മുടെ SH കോളേജിൻ്റെ പുറകുവശത്തും പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്തുമൊക്കെ കണ്ടതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ഇതിന് കൃത്യമായി ഈ പുലിയെ എന്താ പറയുക പിടികൂടുകയോ അല്ലെങ്കിൽ സ്പോട്ടിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയോ ചെയ്യാനായിട്ട് ഫോറസ്റ്റുകാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഈ പുലിയെ പിടിച്ച് ചാലക്കുടിയിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വഴിയൊരുക്കണമെന്നാണ് നമുക്കിത് ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പുലി കൊരട്ടിയിൽ നിന്ന് ഇപ്പോൾ ചാലക്കുടി ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടായിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആവാസ വ്യവസ്ഥ കിട്ടുന്ന സ്ഥലത്തേക്ക് പുലി എത്തുമ്പോഴാണ് അത് പ്രശ്നമില്ലാത്തൊരു രീതിയിൽ പെരുമാറുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അന്ന് അതിനെ
കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. വകുപ്പുകളുടെ ഏകോപനത്തിൽ പറ്റിയ ഒരു വീഴ്ചയും കൂടിയുണ്ട്. കാരണം ഇപ്പോൾ പകല് മാത്രമേ ആളുകൾക്ക് പൊതു സ്ഥലത്തേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിന് പരിഭ്രമം ഉണ്ടാകുന്ന പറഞ്ഞതുമാതിരി തന്നെ ആളുകളും കൂടുതൽ പരിഭ്രാന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരമായിട്ട് അതിന് ഏറ്റവും നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പുലിയുടെ ശല്യമാണെങ്കിലും പുലിയെ കണ്ട് പേടിക്കുന്ന നമ്മളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കാലത്ത് അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ നിലവിലുള്ള മലയണ്ണാൻ, അതുപോലെ കുരങ്ങ്, പാമ്പ്, മയിൽ ഇങ്ങനെയുള്ള പക്ഷികളും മൃഗങ്ങളും നിലവിൽ വളരെയധികം നാശനഷ്ടങ്ങൾ നമ്മുടെ ചാലക്കുടി ഏരിയയിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പുഴയോര പ്രദേശങ്ങളിലും റെയിൽവേ ട്രാക്കുകളുടെ സൈഡിലുള്ള മരങ്ങളിലും മറ്റു ഇതാണ് ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകൾ സംജാതമാകുന്നത്. അത് അടിയന്തരമായിട്ട് അവയെ പിടിക്കാനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഉടനെ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു.